ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. കേന്ദ്ര സായുധ പോലീസ് സേന പൊതുഭരണ ബിൽ രാജ്യസഭ പാസാക്കി. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കണമെന്ന് നിരീക്ഷകർക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് ചൂടേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി മുന്നണികൾ. കേന്ദ്രമന്ത്രിയും ബിജെപി മുതിർന്ന നേതാവുമായ രാജ്നാഥ് സിംഗ്, സിപിഐ അഖിലേന്ത്യാ സെക്രട്ടറി ഡി രാജ, തെലങ്കാന മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ രേവന്ത് റെഡ്ഡി തുടങ്ങിയ പ്രമുഖർ രംഗത്ത്. രാജ്യത്ത് ഇന്ധനക്ഷാമം ഒഴിവാക്കാൻ റിഫൈനറികൾ പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുകയാണെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. സംസ്ഥാനത്ത് വേനൽ ചൂട് കടുക്കുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ 2026 ചൊല്ലിയുള്ള പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് 12 മണിവരെ നിർത്തിവച്ചിരുന്നു. ആന്ധ്രാപ്രദേശ് പുനഃസംഘടനാ ഭേദഗതി ബിൽ 2026 ലോക്സഭ ഇന്ന് പാസാക്കി. കേന്ദ്ര സായുധ പോലീസ് സേന പൊതുഭരണ ബിൽ രാജ്യസഭ പാസാക്കി. ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് ഭേദഗതി ബില്ലും രാജ്യസഭ പാസാക്കി. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കണമെന്ന് നിരീക്ഷകർക്ക് നിർദ്ദേശം നൽകി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. മാതൃകാ പെരുമാറ്റച്ചട്ടം കർശനമായി നടപ്പിലാക്കണമെന്നും നിയമലംഘന പരാതികളിൽ ഉടനടി നടപടിയെടുക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. മൊബൈൽ ഫോൺ ഡെപ്പോസിറ്റ് സൌകര്യം, വോട്ടർമാർക്ക് ഇരിക്കാനുള്ള ബെഞ്ചുകൾ എന്നിവയുൾപ്പെടെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും അടിസ്ഥാന സൌകര്യങ്ങളുടെ ലഭ്യത ഉറപ്പാക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് വോട്ടെടുപ്പിന് 8 ദിവസം ബാക്കി നിൽക്കെ ചൂടേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി മുന്നണികൾ. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ശനിയാഴ്ച തിരുവനന്തപുരത്തും തിരുവല്ലയിലും എത്തും. NDAയ്ക്ക് വേണ്ടി കേന്ദ്രമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ രാജ്നാഥ് സിംഗ് ഇന്ന് പറവൂരിൽ പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തു. LDFന്റെ പ്രചാരണാർത്ഥം CPI അഖിലേന്ത്യാ സെക്രട്ടറി ഡി രാജ ഇടുക്കി പൂപ്പാറയിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രിയും CPIM മുതിർന്ന നേതാവുമായ പിണറായി വിജയൻ ഇന്ന് ആലപ്പുഴയിൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംസാരിച്ചു. UDF സ്ഥാനാർത്ഥികളുടെ പ്രചാരണാർത്ഥം കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി നാളെ തിരുവനന്തപുരത്തും കൊല്ലത്തും എത്തും. തെലങ്കാന മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ രേവന്ത് റെഡ്ഡി തിരുവനന്തപുരത്ത് വിവിധ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു. തൃശൂരിന്റെ മണ്ണിൽ ശക്തമായ ത്രികോണ മത്സരത്തിന്റെ സൂചന നൽകിയാണ് സ്ഥാനാർത്ഥികൾ പ്രചാരണത്തിനിറങ്ങുന്നത്. സംസ്ഥാന ദേശീയ നേതാക്കളെ എത്തിച്ച് വിജയം ഉറപ്പിക്കാനുള്ള തിരക്കിലാണ് മുന്നണികൾ. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. അകത്തും പുറത്തും ചൂടുമായി മുന്നണി സ്ഥാനാർത്ഥികൾ വോട്ടുകൾ നേടാനുള്ള തിരക്കിലാണ്. NDA തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ തൃശൂരിലെത്തിച്ചു. ഇടതുമുന്നണി സ്ഥാനാർത്ഥികളും തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയനെയും വൃന്ദ കാരാട്ടിനെയും ജില്ലയിലെത്തിച്ചിരുന്നു. ഇനി വരും ദിവസങ്ങളിലാണ് UDF സ്ഥാനാർത്ഥികൾ തങ്ങളുടെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായി ദേശീയ നേതാക്കളുമായി ജില്ലയിലേക്ക് എത്തിച്ചേരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജില്ലയിലെ സ്വീപ്പ് ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ പാടിയ സ്വീപ്പ് സോങ് വീഡിയോ ജനപ്രിയമാകുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ശേഷിക്കെ ഇടുക്കി ജില്ലയിൽ പ്രചാരണം ശക്തമാക്കി 3 മുന്നണികളും. ഇടുക്കി വട്ടവടയിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് യോഗത്തിൽ ഇന്ന് കേന്ദ്ര സഹമന്ത്രിയും BJP നേതാവുമായ L മുരുകൻ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ LDFനായി MV ഗോവിന്ദൻ, UDFനായി ശശി തരൂർ എന്നിവരും പ്രചാരണത്തിന് നേതൃത്വം നൽകി. ബാലറ്റ് പേപ്പറിൽ പേര് മാറ്റണമെന്ന തൃപ്പൂണിത്തുറ NDA സ്ഥാനാർത്ഥി അഞ്ജലി നായരുടെ ഹർജിയിൽ തീരുമാനമെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിച്ച് ഹൈക്കോടതി. PV അഞ്ജലി എന്ന ഔദ്യോഗിക നാമം വോട്ടർമാർക്ക് പരിചിതമല്ലെന്നും താൻ അറിയപ്പെടുന്നത് അഞ്ജലി നായർ എന്ന പേരിലാണെന്നും സ്ഥാനാർത്ഥി ഹർജിയിൽ പറയുന്നു. വോട്ടെടുപ്പ് ദിവസമായ ഏപ്രിൽ 9 വേതനത്തോടു കൂടിയ അവധി നൽകണമെന്ന് സംസ്ഥാന ലേബർ കമ്മീഷണർ സഫ്ന നസറുദ്ദീൻ ഉത്തരവിട്ടു. സംസ്ഥാനത്തെ മുഴുവൻ സ്വകാര്യ സ്ഥാപനങ്ങൾ, വ്യവസായ കേന്ദ്രങ്ങൾ, ഷോപ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ടിന്റെ പരിധിയിൽ വരുന്ന സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ ജീവനക്കാർക്കും തൊഴിലാളികൾക്കും ഇത് ബാധകമാണ്. അവധിയുടെ പശ്ചാത്തലത്തിൽ വേതനം വെട്ടിക്കുറയ്ക്കരുതെന്നും ഉത്തരവിൽ പറയുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പ് സുരക്ഷയുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ പോലീസിന്റെ ഡ്രോൺ നിരീക്ഷണം ആരംഭിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കോഴിക്കോട് നടത്തിയ പരിശോധനയിൽ 1100 മീറ്റർ നിരോധിത പ്രിന്റിംഗ് സാമഗ്രികൾ പിടിച്ചെടുത്തു. പോളി എഥിലീൻ, 100% കോട്ടൺ തുണി എന്നിവ മാത്രമേ പ്രിന്റിംഗിന് ഉപയോഗിക്കാവൂ എന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. വരും ദിവസങ്ങളിലും പരിശോധനകൾ ഊർജിതമാക്കും.
പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യത്തിൽ രാജ്യത്ത് കാർഷിക വിത്തുകൾക്കും ഇന്ധനത്തിനും ക്ഷാമമുണ്ടാകില്ലെന്ന് കേന്ദ്ര സർക്കാർ. അടുത്ത 2 മാസത്തേക്ക് ആവശ്യമായ അസംസ്കൃത എണ്ണയുടെ ശേഖരം രാജ്യത്തുണ്ടെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയ യോഗത്തിന് ശേഷം വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഇന്ധനക്ഷാമം ഒഴിവാക്കാൻ റിഫൈനറികൾ പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുകയാണെന്നും റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ തടസ്സമില്ലാതെ ഇന്ധനം ലഭ്യമാക്കുമെന്നും ശ്രീമതി സുജാത ശർമ്മ പറഞ്ഞു. ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയുടെ പിന്തുണയോടെ ഇതുവരെ 1171 ഇന്ത്യക്കാരെ സുരക്ഷിതമായി ഇറാൻ അതിർത്തി കടക്കാൻ സഹായിച്ചതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി. We've had so far, our embassy in Tehran has facilitated movement of 1,171 Indian nationals. This includes 818 Indian students to exit Iran via land border into Armenia and Azerbaijan, and from there our nationals have been flying back to India. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി തുടരുന്നു. കുവൈറ്റ്, ബഹ്റൈൻ, സൗദി അറേബ്യ എന്നിവിടങ്ങളിൽ ഇറാൻ ഡ്രോൺ ആക്രമണമുണ്ടായി. ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗൾഫ് രാജ്യങ്ങൾ അതീവ ജാഗ്രതയിലാണ്. അതിനിടെ ഇസ്രായേലിന് നേരെ യമനിലെ ഹൂതി വിമതർ മിസൈൽ ആക്രമണവും നടത്തി. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി ബ്രിട്ടീഷ്, ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിമാർ. സംഘർഷം ലഘൂകരിക്കാനും ഹോർമുസ് കടലിടുക്ക് വഴി ചരക്ക് നീക്കം പുനരാരംഭിക്കാനുമാണ് ബ്രിട്ടൻ മുൻഗണന നൽകുന്നതെന്ന് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ പറഞ്ഞു. ഓസ്ട്രേലിയയിലെ ഇന്ധന സുരക്ഷ ഉറപ്പാക്കാൻ 3 മാസത്തേക്ക് ഇന്ധന നികുതി പകുതിയായി കുറച്ചതായി പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. യേശുക്രിസ്തുവിന്റെ അന്ത്യ അത്താഴ സ്മരണ പുതുക്കി നാളെ പെസഹ വ്യാഴം. ക്രൈസ്തവ ദേവാലയങ്ങളിൽ നാളെ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും. വീടുകളിൽ വൈകുന്നേരം അപ്പം മുറിക്കൽ ചടങ്ങുകളും ഉണ്ടാകും. ദുഃഖവെള്ളി ദിനമായ മറ്റന്നാൾ കുരിശുമരണത്തിന്റെ സ്മരണയിൽ ദേവാലയങ്ങളിൽ കുരിശിന്റെ വഴിയും പ്രത്യേക പ്രാർത്ഥനകളും നടക്കും. ഉയർത്തെഴുന്നേൽപ്പ് അനുസ്മരിച്ചുകൊണ്ട് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഞായറാഴ്ച ഈസ്റ്റർ ആഘോഷിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. സംസ്ഥാനത്ത് താപനില ഉയരുന്നു. ഇടുക്കിയും വയനാടും ഒഴികെയുള്ള ജില്ലകളിൽ ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടാൻ സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. വേനൽ ചൂട് കടുക്കുന്നതിനാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏർപ്പെടുന്ന പൊതുപ്രവർത്തകരും ഉദ്യോഗസ്ഥരും പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് കാലാവസ്ഥാ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇടിമിന്നലുള്ള സമയത്ത് കുട്ടികൾ തുറസായ ഇടങ്ങളിൽ കളിക്കുന്നത് ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട്. കുട്ടനാട്ടിൽ വേനൽ മഴ തുടരുന്നു. ചൂടിന് ആശ്വാസമായെങ്കിലും നെല്ല് സംഭരണത്തിൽ ബുദ്ധിമുട്ട് നേരിട്ട ആശങ്കയിലാണ് കർഷകർ. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി R രവികുമാർ. മഴയെ തുടർന്ന് നെല്ല് സംഭരിക്കണമെങ്കിൽ കിൻഡലിന് 7 കിലോ കിഴിവ് നൽകണമെന്നാണ് നെല്ല് സംഭരിക്കുന്ന മില്ലുകാർ ആവശ്യപ്പെടുന്നത്. നഷ്ടം സഹിച്ച് നെല്ല് നൽകാനാവില്ലെന്ന നിലപാടിലാണ് കർഷകർ. നെല്ലിന്റെ ഗുണനിലവാര പരിശോധനയിൽ കുഴപ്പമൊന്നുമില്ലെന്നാണ് കർഷകർ പറയുന്നത്. കുട്ടനാട്ടിലെ ഏറ്റവും വലിയ കായൽ നിലമായ 24,000 കായൽ, മാരാൻ കായൽ, 35,000 കായൽ എന്നിവിടങ്ങളിലാണ് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നത്. തർക്കത്തെ തുടർന്ന് പലയിടങ്ങളിലും നെല്ല് സംഭരിക്കാതെ മില്ലുടമകൾ മടങ്ങി. പൈങ്കുനി ഉത്രം ഉത്സവത്തിന് സമാപനം കുറിച്ച് ശബരിമല ക്ഷേത്രനട ഇന്ന് അടയ്ക്കും. 10ാം ഉത്സവമായ ഇന്ന് പമ്പയിൽ ആറാട്ട് നടന്നു. ഉത്സവ പൂജകൾ പൂർത്തിയാക്കി രാത്രി 10-ന് നടയടയ്ക്കും. തുടർന്ന് വിഷു മേടമാസ പൂജയ്ക്കായി ഈ മാസം 10-ന് ക്ഷേത്രനട വീണ്ടും തുറക്കും. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തോടനുബന്ധിച്ചുള്ള പള്ളിവേട്ട ഇന്ന് നടക്കും. നാളെ ആറാട്ട് ചടങ്ങുകൾ ആരംഭിക്കും. ആറാട്ട് ഘോഷയാത്രയുടെ ഭാഗമായി തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ റൺവേ നാളെ വൈകുന്നേരം 4:45 മുതൽ രാത്രി 9 വരെ അടച്ചിടും. പ്രധാന വാർത്തകൾ വീണ്ടും. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടപടികൾ പുരോഗമിക്കുന്നു. കേന്ദ്ര സായുധ പോലീസ് സേന പൊതുഭരണ ബിൽ രാജ്യസഭ പാസാക്കി. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കണമെന്ന് നിരീക്ഷകർക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാനത്ത് ചൂടേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി മുന്നണികൾ. കേന്ദ്രമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ രാജ്നാഥ് സിംഗ്, CPI അഖിലേന്ത്യാ സെക്രട്ടറി D രാജ, തെലങ്കാന മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ രേവന്ത് റെഡ്ഡി തുടങ്ങിയ പ്രമുഖർ രംഗത്ത്. രാജ്യത്ത് ഇന്ധനക്ഷാമം ഒഴിവാക്കാൻ റിഫൈനറികൾ പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുകയാണെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം.
സംസ്ഥാനത്ത് വേനൽ ചൂട് കടുക്കുന്നതിനാൽ ജാഗ്രത പാലിക്കണമെന്ന ദുരന്ത നിവാരണ അതോറിറ്റി. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.